എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒക്ടോബർ നവംബർ മാസമാകുമ്പോഴേക്കും ബദ്രി വനത്തിന്റെ അരികിൽ ധാരാളം തൊഴിലാളികൾ മറ്റ് ഗ്രാമങ്ങളിൽ നിന്നും വന്നെത്തും. മരം വെട്ടുവാനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയാണ് അവർ അവിടേക്ക് എത്തുന്നത്. അവർക്കൊപ്പം അവിടേക്ക് ധാരാളം കച്ചവടക്കാരും വരാറുണ്ട്. വനത്തിൽ ധാരാളം ഈറ്റ മരങ്ങളും മുളങ്കാടുകളുമുണ്ട്. ഈറ്റ വെട്ടാനും മുളകൾ ശേഖരിക്കുവാനും വേണ്ടി ധാരാളം തൊഴിലാളികൾ വനത്തിന്റെ ഉള്ളിലേക്ക് പോകാറുണ്ട്. അങ്ങനെ ക്യാമ്പിൽ നിന്നും കുറച്ച് പണിക്കാർ ഈറ്റകൾ ശേഖരിക്കുവാനും വെട്ടുവാനും വേണ്ടി വനത്തിന്റെ ഉള്ളിലേക്ക് പോയി. ഉച്ച കഴിഞ്ഞതോടെ അതിൽ കുറച്ചുപേർ നിലവിളിച്ചുകൊണ്ടുകൂടി ക്യാമ്പിലേക്ക് എത്തി. അവർ അവിടെ നടന്ന സംഭവം വളരെ വ്യക്തമായി തന്നെ അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു. ഈറ്റകൾ വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ആന ഈറ്റക്കാടിന്റെ മറവിൽ നിന്നും പുറത്തേക്ക് വരികയും ഈറ്റ വെട്ടിക്കൊണ്ടിരുന്ന ഒരുത്തനെ അത് ചുരുട്ടി നിലത്തേക്ക് അടിക്കുകയും മുളകൾ അടുക്കിക്കൊണ്ടിരുന്ന ഒരു തൊഴിലാളിയെ അവൻ ചവിട്ടിക്കൊല്ലുകയും ചെയ്തു. ഈ നടുക്കുന്ന കാഴ്ചകളെല്ലാം കണ്ട് സ്തബ്ധനായി നിന്ന ഒരു തൊഴിലാളിയെ അവൻ തൻ്റെ തുമ്പിക്കൈ ചുരുട്ടി ഈറ്റക്കാടുകൾക്ക് മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഒരു ആനവേട്ടയുടെ കഥയല്ല, എന്നാൽ ഈ ആനയുടെ കഥ തന്നെയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കല്ലേ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ദ ലോസ്റ്റ് വൈൽഡ്നസ് എന്ന ഒരു കഥയാണ്. ശ്രീനിധി സിദ്ധാങ്കലാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അതിമനോഹരമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ കഥ പറഞ്ഞിരിക്കുന്നത്. ഒരു വനം അതിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സൗന്ദര്യവും ഭയാനകത്വവും വെളിപ്പെടുത്തുന്നതാണ് ഈ കഥ. നമുക്ക് കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. കാർത്തിക മാസത്തിൻ്റെ ആരംഭത്തോടെ ബദ്രിയിലെ വനങ്ങളിൽ പക്ഷികളുടെ കളകളാരവങ്ങൾ നിറഞ്ഞു തുളുമ്പും. എവിടെ നോക്കിയാലും വർണ്ണാഭമായ തൂവലുകൾ അണിഞ്ഞ പക്ഷികൾ പാറിപ്പറക്കുന്നത് കാണാൻ സാധിക്കും. അവയുടെ മധുരമായ ശബ്ദങ്ങൾ വനത്തിൻ്റെ നിശബ്ദതയെ പോലും ഭേദിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് അങ്ങനെ ലയിച്ചു ചേരും. കാർത്തിക മാസത്തിന്റെ തുടക്കത്തിൽ തന്നെയാണ് പുതിയ കുടിലുകൾ അവിടെ ഉയർന്നു വരുന്നത്. വിദൂര ദേശങ്ങളിൽ നിന്നും തൊഴിലാളികൾ അവിടേക്ക് താമസിക്കുവാൻ വേണ്ടിയെത്തും. ഈ സ്ഥലം അതിമനോഹരമായിരുന്നു. ഉയർന്ന മലകളും ഒഴുകുന്ന നദികളും നിബിഡമായ വനങ്ങളും അതിൻ്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടും. എന്നാൽ ഈ സൗന്ദര്യത്തിന് മറ്റൊരു മറുവശം കൂടിയുണ്ട്. ഭീതിതമായ അപകടങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു വനത്തിൻ്റെ നിഗൂഢമായ സ്വഭാവം. ആനകൾ, കടുവകൾ, പുലികൾ, കരടികൾ തുടങ്ങിയ നിരവധി അപകടകാരികളായ മൃഗങ്ങൾ ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു. അവിടേക്കെത്തുന്ന തൊഴിലാളികൾക്ക് ഈ വനത്തിൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവിടേക്കെത്തുന്ന തൊഴിലാളികൾ രാത്രികാലങ്ങളിൽ അവരുടെ കുടിലിന് പുറത്തേക്ക് ഇറങ്ങാറില്ല. അതുപോലെ തന്നെ കുടിലുകൾക്ക് മുന്നിൽ തീ കൂട്ടാറുമുണ്ട്. അങ്ങനെ അവിടെ കൂട്ടിയിടുന്ന തീ മൃഗങ്ങളിൽ നിന്ന് മാത്രമല്ല അവരെ സംരക്ഷിക്കുന്നത്, അവിടുത്തെ രാത്രികാലത്തെ കൊടും തണുപ്പിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നു. ശങ്കൂർ എന്ന ഒരു ബഞ്ചാരിയും അവിടേക്ക് വന്ന് താമസിക്കുന്ന തൊഴിലാളികളുടെ ക്യാമ്പിന് സമീപത്ത് താമസിച്ചിരുന്നു. ഈ ബഞ്ചാരി എന്ന് വെച്ചാൽ കച്ചവടക്കാരൻ എന്നാണ് അർത്ഥം കേട്ടോ. ശങ്കൂർ യഥാർത്ഥത്തിൽ താമസിക്കുന്നത് മുറദാബിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ്. അവിടെ നിന്നുമാണ് അയാൾ ഇവിടേക്ക് എത്തുന്നത്. വെറും കൈയോടെയല്ല അയാൾ ഇവിടേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ 101 കാളുകളുമായാണ്. വർഷത്തിൽ 5-6 മാസക്കാലം അയാൾ ഇവിടെ കഴിച്ചു കൂട്ടുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം അവിടേക്ക് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ കാളകൾ തന്നെയാണ്. ചരക്ക് നീക്കത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രധാനമായി തൻ്റെ കാളകളെ അവിടെ ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് അത്യാവശ്യം നല്ല വരുമാനവും അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. എങ്കിലും ശങ്കൂർ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ തൃപ്തനായിരുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ശങ്കൂർ മറ്റു വരുമാന മാർഗങ്ങൾ അവിടെ തേടിയിരുന്നു, കണ്ടെത്തിയിരുന്നു. വർഷങ്ങളായി അയാൾ ഈ വനവുമായി ഇടപെടുവാൻ തുടങ്ങിയിട്ട്. ശങ്കൂറിന് ഈ വനത്തെപ്പറ്റി നല്ല രീതിയിൽ തന്നെ അറിയാമായിരുന്നു. പല രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെക്കുന്ന വനമാണെന്ന് അവൻ പലപ്പോഴും പറയാറുണ്ട്. വനത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് തേനീച്ചക്കൂടുകൾ കാണുന്നതെന്ന്, അതുപോലെ തന്നെ വനത്തിൽ ഏതൊക്കെ കാലങ്ങളിലാണ് ഓരോ കാട്ടുപഴങ്ങൾ പഴുക്കുന്നതെന്നുമെല്ലാം അവന് തിട്ടമായിരുന്നു. ഒരു പലിശക്കാരൻ തൻ്റെ സ്വന്തം മുതലിനേക്കാൾ പലിശയെ എന്തുമാത്രമാണോ ഇഷ്ടപ്പെടുന്നത്, അതുപോലെ തന്നെയായിരുന്നു ശങ്കൂറും. തൻ്റെ കാളകളുടെ വരുമാനത്തെക്കാൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് വനത്തിലെ പഴങ്ങളും തേനുകളും വിറ്റ് കിട്ടുന്ന വരുമാനത്തിലായിരുന്നു. വർഷങ്ങളായി എനിക്ക് അവനെ നല്ല പോലെ അറിയാം. വനത്തിനുള്ളിലെ എൻ്റെ കോട്ടേജിൻ്റെ അരികിൽ അവൻ മിക്കപ്പോഴും വന്നു നിൽക്കും. കൊട്ടയിൽ പഴങ്ങളും തേനുകളുമായി അതവിടെ വെച്ച് അവൻ വിൽക്കുകയും ചെയ്യും. പലപ്പോഴും ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് പഴങ്ങളും തേനുകളും വാങ്ങിയിട്ടുമുണ്ട്.
നമ്മൾ മുന്നേ പറഞ്ഞ തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിൽ നിന്നും വളരെ ദൂരെയല്ലാതെയാണ് എൻ്റെ കോട്ടേജ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്കും അവൻ പലപ്പോഴും എത്താറുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ കഥ പറയുന്നത് ചൈത്രമാസം അവസാനിച്ചു കഴിഞ്ഞ് വൈശാഖ മാസം തുടങ്ങുന്ന സമയത്താണ്. അതായത് ചൈത്രമാസം മാർച്ച് ഏപ്രിൽ വരെയാണ്, വൈശാഖം ഏപ്രിൽ തൊട്ട് മെയ് വരെയും. ഈ സമയത്താണ് ഞാൻ ഈ കഥ നിങ്ങളുമായി പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ എഴുതുന്നത്. കാർത്തിക മാസത്തിന്റെ ആരംഭത്തിൽ അവിടേക്ക് എത്തിയ തൊഴിലാളികൾ അവരുടെ പണികളും മറ്റും അവസാനിപ്പിച്ചുകൊണ്ട് അവരവരുടേതായ ഗ്രാമങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ ഒരുങ്ങുന്ന മാസങ്ങൾ കൂടിയാണിത്. ശങ്കൂറും അവർക്കൊപ്പം തിരികെ തന്റെ ഗ്രാമത്തിലേക്ക് പോയി എന്നാണ് ഞാൻ കരുതിയത്. ഒറ്റയ്ക്ക് ഈ വനത്തിൽ അവൻ എന്ത് ചെയ്യാനാണ്? എന്നാൽ ഒരു ദിവസം ഒരു ചെറിയ കൊട്ടയുമായി ശങ്കൂർ എൻ്റെ അടുത്തേക്ക് വന്നു. ശങ്കൂറിനെ ഞാൻ കണ്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അവനോട് ചോദിച്ചു, നീ പോയില്ലേ? ക്യാമ്പിൽ നീ ഒറ്റയ്ക്കാണോ? ഞാൻ എവിടെ പോകാനാണ് ഹുസൂർ, ഞാൻ ഈ ക്യാമ്പിൽ തന്നെ ഉണ്ട്. പായൽപ്പഴം പഴുക്കുന്നത് നോക്കിയാണ് ഞാൻ ഇരിക്കുന്നത്. ഒരുതരം കാട്ടുപഴമാണ് ഈ പായൽ എന്ന് പറയുന്ന പഴം. എന്തായാലും അത് നന്നായി. നിന്റെ കൈകൊണ്ട് പറിച്ച പായൽപ്പഴങ്ങൾ എനിക്കും കഴിക്കാൻ കിട്ടുമല്ലോ. എന്താണ് നിന്റെ കൊട്ടയിൽ? ഞാൻ അവനോട് ചോദിച്ചു. തേനാണോ? അല്ല ഹുസൂർ, തേനല്ല, ഇത് കാരക്കയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്, അവൻ എന്നോട് പറഞ്ഞു. കാരക്കയുടെ പേര് കേട്ടതും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ബദ്രി കുഞ്ചുവിൽ താമസിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വൃദ്ധനായ ബാബയുടെ ഓർമ്മകളാണ്. അയാൾ വളരെ കഷ്ടപ്പെട്ടാണ് കുറച്ച് കാരമരങ്ങൾ അവിടെ നട്ടുപിടിപ്പിച്ചത്. ആദ്യമായി ആ മരങ്ങൾ പൂത്ത് കായകൾ വന്നപ്പോൾ ആ വൃദ്ധനായ ബാബ ഒരു ജലാശയത്തിൻ്റെ തീരത്തേക്ക് പോവുകയും യോഗ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ആ പഴങ്ങൾ അവിടെയുള്ള പക്ഷികൾക്കായി സമർപ്പിച്ചു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. കാരപ്പഴത്തിൻ്റെ കാര്യം കേട്ടപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നത്. ആ ബാബ അവിടെ നട്ട കാരമരങ്ങളിൽ നിന്നും ഒരു കായകൾ പോലും മറ്റാരും ഭക്ഷിക്കാറില്ല. അതെല്ലാം പക്ഷികൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ഈ കൊട്ട കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി. ഒരു പക്ഷേ ശങ്കൂർ ആ മരങ്ങളിൽ നിന്നായിരിക്കുമോ ഈ കാരപ്പഴങ്ങൾ ശേഖരിച്ചു കൊണ്ട് വന്നതെന്ന് ഞാൻ ശങ്കൂറിനോട് തന്നെ ചോദിച്ചു. അവനോട് ചോദിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായി, അവൻ ഈ കാരപ്പഴങ്ങളെല്ലാം പറിച്ചു കൊണ്ടുവന്നത് ആ വൃദ്ധനായ ഭാവ നട്ട മരങ്ങളിൽ നിന്നാണെന്ന്. ഞാൻ അവനെ ശാസിച്ചു. നീ ഇത് ചെയ്തത് ഒട്ടും നന്നായില്ല. ആ വൃദ്ധനായ ബാബ വനദേവതയ്ക്ക് സമർപ്പിച്ച മരങ്ങളാണ്. അതിൻ്റെ പഴങ്ങൾ അവിടേക്ക് പറന്നെത്തുന്ന പക്ഷികൾക്ക് തിന്നുവാൻ വേണ്ടിയാണ് അയാൾ അങ്ങനെ ചെയ്തത്. ഇത് നീ പറിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ശങ്കൂറിനോട് പറഞ്ഞു. അവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഹുസൂർ, നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? വനദേവതയോ? ആരാണ്? അവിടേക്കെത്തുന്ന പക്ഷികളാണോ നിങ്ങൾ പറഞ്ഞ വനദേവത? അവൻ ചോദിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. ഇത് പക്ഷികൾക്ക് കഴിക്കാനുള്ളതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പക്ഷികൾ മാത്രം കഴിച്ചാൽ മതിയോ? അവിടെ നിന്ന് പറിച്ചാൽ എന്താണ് കുഴപ്പം? നമ്മളും ജീവജാലങ്ങൾ തന്നെയല്ലേ? നമുക്കും ഈ പഴങ്ങളിൽ അവകാശങ്ങളില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറിച്ചത്. ഇനിയും പറിക്കുകയും ചെയ്യും. വനദേവതയെക്കുറിച്ച് നിനക്ക് മനസ്സിലായോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് നിന്നോട് തർക്കിച്ച് നിൽക്കുവാനോ വാദിക്കാനോ താല്പര്യമില്ല. ഞാൻ നിനക്ക് ഒരു 3 രൂപ തരും. നിന്റെ കുട്ടയിലുള്ള ആ മുഴുവൻ പഴങ്ങളും ആ കാരക്ക മരത്തിൽ തന്നെ കെട്ടിവെച്ചേരി. അവിടേക്ക് എത്തുന്ന കിളികൾ ഇത് കൊത്തി തിന്നോളും. അവൻ തലയാട്ടി. ഞാൻ അവന് 3 രൂപ കൊടുക്കുകയും ചെയ്തു. അവൻ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ശിവലിക് മലനിരകളിൽ പായൽപ്പഴങ്ങൾ ജ്യേഷ്ഠമാസത്തിലാണ് സാധാരണ ഭാഗമാകുന്നത്. വർഷത്തിലെ ഈ മാസത്തിൽ ഞാൻ സാധാരണയായി വനത്തിൽ തന്നെയാണ് താമസിക്കാറ്. അന്നും ഞാൻ വനത്തിലേക്ക് പോയിരുന്നു. ആൽമരത്തിൽ ഞാനൊരു മച്ചാൽ കെട്ടിയിട്ടുണ്ട്. താൽക്കാലികമായി ഉണ്ടാക്കിയ മച്ചാനാണ്. ഞാൻ ആ ഉയർന്ന മച്ചാനിലാണ് ഇരിക്കുന്നത്. നേരം പുലരുന്നത് തന്നെ സന്തോഷകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെയാണ്. അവിടേക്ക് പറന്നെത്തുന്ന കിളികൾ, അവയുടെ ശബ്ദങ്ങൾ, അതുവഴി കടന്നു പോകുന്ന വന്യമൃഗങ്ങൾ, സൂര്യൻ ഉദിച്ചു വീഴുമ്പോഴുണ്ടാകുന്ന ആ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് എനിക്കിവിടെ ഏകുന്ന സന്തോഷം. ഞാനിപ്പോൾ ഈ മച്ചാൽ കെട്ടിയിരിക്കുന്ന ആൽമരമില്ലേ, ഈ ആൽമരത്തിൽ നിന്നും 15 അടി അകലെയായി ഒരു ചെറിയൊരു കുളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആ മച്ചാനിൽ നിന്നും താഴേക്ക് ഇറങ്ങി ആ ചെറിയ കുളത്തിൻ്റെ അരികിലേക്ക് നടന്നു. അവിടേക്ക് പോവുകയും കൈയും കാലും മുഖവും ഒന്ന് കഴുകി പിന്നീട് ആ കുളത്തിൻ്റെ എതിർവശത്തുള്ള മലനിരകളിലേക്ക് പോകുവാനായിരുന്നു ഞാൻ തീരുമാനിച്ചത്. കാരണം നമ്മൾ മുന്നേ പറഞ്ഞ പായൽ എന്ന പഴത്തിൻ്റെ
രുചി എൻ്റെ നാവിലേക്ക് വന്നിരുന്നു. അത് ഭക്ഷിക്കുവാൻ വേണ്ടി ഞാൻ ആ മലകളിലേക്ക് പോകാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ അവിടേക്ക് എന്നെ ആ മലനിരകൾ ക്ഷണിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആ മലനിരകളിലൂടെ സഞ്ചരിക്കുകയും എനിക്ക് ആവോളം പായൽ പഴങ്ങൾ പറിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 9-10 മണിയായതോടെ ഞാൻ തിരിച്ച് ആ വലിയ ആൽമരത്തിൻ്റെ അരികിലേക്കും പിന്നീട് മച്ചാനിലേക്ക് കയറുകയും ചെയ്തു. നമ്മൾ പറഞ്ഞ ശങ്കൂറില്ലേ, അവൻ ഈ സമയങ്ങളിൽ ഇവിടെ താമസിക്കുവാൻ കാരണം ഈ പായൽ പഴങ്ങൾ തന്നെയാണ്. ഇത് ശേഖരിക്കുവാൻ വേണ്ടി അവൻ എത്ര വലിയ മരങ്ങൾക്ക് മുകളിൽ വേണമെങ്കിലും വലിഞ്ഞു കയറും. വനത്തിലെ ഓരോ മുക്കും മൂലയും അവന് തൻ്റെ കൈരേഖ പോലെ തിട്ടവുമാണ്. രാവിലെ അവൻ വനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ്റെ കൊട്ട നിറയെ പായൽ പഴങ്ങളുമായിട്ടാണ് അവൻ മടങ്ങിയെത്തുക. അവൻ്റെ 2-3 ദിവസത്തെ വരുമാനത്തിന് തുല്യമായിരിക്കും അത്. ചിലപ്പോഴൊക്കെ ഞാൻ മലയോരങ്ങളിലേക്ക് പോകാറില്ല ഈ പഴങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി. അങ്ങനെയുള്ളപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്നുമാണ് ഈ പായൽ പഴങ്ങൾ ഞാൻ വാങ്ങിക്കുന്നത്. അങ്ങനെ എൻ്റെ അരികിലേക്ക് അവൻ വരുമ്പോൾ ആ കാരക്കക്കൊട്ടയെക്കുറിച്ച് ഞാൻ ചോദിക്കും. അതിനെപ്പറ്റി അവനോട് എപ്പം ചോദിച്ചാലും അവൻ പല ഒഴിവുകഴിവുകൾ പറയുകയും അല്ലെങ്കിൽ വിഷയം മാറ്റുകയും എല്ലാം ചെയ്യും. അതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായത് അവൻ ആ കാരക്കക്കൊട്ട ആ മരത്തിൽ കിട്ടിയിട്ടില്ല എന്നും അവനത് ഏതെങ്കിലും ചന്തയിൽ കൊണ്ടുപോയി മുഴുവൻ വിറ്റ് കാണുമെന്നുമാണ്. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുകയോ അതിനെക്കുറിച്ച് കൂടുതൽ തിരക്കുകയോ ചെയ്തില്ല. അത് വിട്ടുകളഞ്ഞു. 2 ദിവസം കഴിഞ്ഞു. ഞാൻ രാവിലെ എഴുന്നേറ്റു, ആ കുളത്തിലേക്ക് നടന്നു. അവിടെ ചെന്ന് കൈയും കാലും എല്ലാം ഒന്ന് കഴുകി അടുത്തുള്ള മലനിരകളിലേക്കും വനങ്ങളിലേക്കും എല്ലാം ഒന്ന് സഞ്ചരിച്ചു. പായൽപ്പഴം ധാരാളം ഞാൻ ഭക്ഷിച്ചു. അതിനുശേഷം ഞാൻ മടങ്ങിയ ആൽമരത്തിലേക്കും അതിന് മുകളിൽ ഞാൻ കിട്ടിയ മച്ചാനിലേക്കും ഞാൻ കയറിയിരുന്നു. അവിടെ ഞാൻ വെച്ചിരുന്ന ഉത്തരചരിതം എടുക്കുകയും അതൊന്ന് വായിക്കുകയും ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് പോലും കഴിഞ്ഞ് കാണില്ല. ഞാൻ കണ്ടതാണ് ആ മച്ചാനിൽ ഇരുന്നു കൊണ്ട് എൻ്റെ ആ മച്ചാനിൻ്റെ അരികിലേക്ക് ഒരു വലിയ കറുത്ത ആന നടന്നു വരുന്നത്. അത് കണ്ടപ്പോൾ സാക്ഷാൽ കാലൻ തന്നെ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതാണോ എന്ന് തോന്നിപ്പോയി. ഞാൻ മച്ചാൽ കെട്ടിയിരിക്കുന്ന ആ വലിയ ആൽമരത്തിൻ്റെ താഴേക്ക് അവൻ വന്നു നിന്നു. അവൻ്റെ തുമ്പിക്കൈ ഉയർത്തി എൻ്റെ ഗന്ധം പിടിക്കുവാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ അവനെ ഞാൻ അവിടെ ഉള്ള വിവരം അറിഞ്ഞു കാണില്ല, അല്ലെങ്കിൽ എൻ്റെ ഗന്ധം കിട്ടിക്കാണില്ല. അവനതെല്ലാം ഉപേക്ഷിച്ച് ആൽമരത്തിലെ ഇലകൾ പറിച്ച് തിന്നാൻ തുടങ്ങി. ഇനിയിപ്പോൾ അവൻ അവിടേക്ക് വന്ന് ആൽമരത്തിൻ്റെ ഇലകൾ തിന്നുന്നത് പോലെ അഭിനയിക്കുകയാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം പറയാം, അവൻ ഇലകൾ പറിക്കുവാൻ വേണ്ടി ആ കൊമ്പിൽ പിടിച്ചു വലിച്ചപ്പോൾ ഒരു നിമിഷത്തേക്ക് എൻ്റെ മച്ചാൻ പോലും തകർന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അങ്ങനെ തകർന്നാൽ നേരെ ചെന്ന് വീഴുക അവൻ്റെ കാലിൻ്റെ മൂട്ടിലേക്കായിരിക്കും. പിന്നീട് ഒരു രക്ഷപ്പെടൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അവൻ്റെ പാരനതും വീതി കൂടിയതും ഭാരവുമേറിയ ആ കാലുകൾ എൻ്റെ നെഞ്ചിലേക്കോ തലയിലേക്കോ വന്നമരും. മത്തൻ പൊട്ടുന്നത് പോലെ എൻ്റെ തല പൊട്ടിച്ചിതറും. ഞാൻ മരണത്തിന് കീഴ്പ്പെടും. എല്ലാം ഞാൻ ഒരു നിമിഷം എൻ്റെ മനസ്സിൽ കണ്ടു. അവൻ്റെ പുറം നല്ലപോലെ നനഞ്ഞിരുന്നു. അതിൽ നിന്നും അവൻ ഏതോ വെള്ളത്തിൽ നിന്നും കയറി വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ആകാനേ വഴിയുള്ളൂ. ചിലപ്പോൾ ഒരു കുളി കഴിഞ്ഞപ്പോഴായിരിക്കാം അവന് മനുഷ്യൻ്റെ ഗന്ധം അറിഞ്ഞത്. അങ്ങനെ ഗന്ധം പിടിച്ചായിരിക്കാം അവൻ എവിടേക്ക് എത്തിയത്. ആനകൾ വളരെ തന്ത്രശാലികളാണ്. ആന ആൽമരത്തിൽ നിന്നും ഇലകളും ശിഖരങ്ങളും ഇരിഞ്ഞ് ഭക്ഷിക്കുവാൻ തുടങ്ങിയ സമയം പടിഞ്ഞാറ് ദിശയിൽ നിന്നും കാളകളുടെ മണിയടി ശബ്ദം കേട്ടു. പെട്ടെന്ന് ആന നിശബ്ദനായി. അവൻ്റെ കഴിപ്പ് അവസാനിപ്പിച്ചു. ശബ്ദം കേൾക്കുന്ന ദിശയിലേക്ക് അവൻ ഉറ്റുനോക്കി നിന്നു. എനിക്ക് മണിയടി ശബ്ദം കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. അത് ശംഖുവിൻ്റെ ജോലിക്കാരനായിരിക്കാം. അവൻ കാളകളെ മേയ്ക്കുവാൻ കൊണ്ടുവരികയായിരിക്കാം. ഞാനും ആ ദിശയിലേക്ക് അങ്ങനെ നോക്കി. അതെ, 100 കണക്കിന് വരുന്ന കാളകൾ അവിടേക്ക് മേയുവാൻ വരികയാണ്. എന്നാൽ ഞാൻ ആദ്യം കരുതിയത് ശങ്കൂറിൻ്റെ ജോലിക്കാരനായിരിക്കാം കാളകളെ മേയ്ക്കാൻ കൊണ്ടുവരുന്നത് എന്നാണ്. എന്നാൽ എൻ്റെ കണക്കൂട്ടുകൾ തെറ്റുകയായിരുന്നു. അതുവരെയും തൻ്റെ കാളകളെ പരിചരിക്കാത്ത, അല്ലെങ്കിൽ അതിനെ കാര്യമാക്കാത്ത ശങ്കൂർ തന്നെയായിരുന്നു ഇത്തവണ തൻ്റെ കാളകളെ മേയ്ക്കുവാൻ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അതുവരെയും പായൽപ്പഴങ്ങളുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരുന്ന ശങ്കൂർ എന്തുകൊണ്ടായിരിക്കാം തൻ്റെ കന്നുകാലികളിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നത്? അതുവരെയും തൻ്റെ കന്നുകാലികളെ അയാൾ അവഗണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളാണ് കന്നുകാലികളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നതും അതിനെ ശുശ്രൂഷിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. എനിക്ക് ഉത്കണ്ഠയേറി. ശംഖുവിൻ്റെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണ്. ആന എൻ്റെ താഴെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശംഖുവിനെ മനസ്സിലാകുന്ന രീതിയിൽ ഒരു സിഗ്നൽ കൊടുക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ഒരു ശബ്ദസൂചന കേട്ടാൽ ആന ആൽമരത്തിലിരിക്കുന്ന എൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുകയും ഒരു പക്ഷേ ആൽമരത്തിൽ ഞാൻ കെട്ടിവെച്ചിരിക്കുന്ന മച്ചാൽ തകർക്കുകയും ചെയ്യും. എൻ്റെ ജീവൻ കൂടി അപകടത്തിലാകും. അതിനാൽ ശങ്കൂറിനെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ കുറച്ച് തയ്യാറെടുപ്പുകൾ അവിടെ നടത്തി. ഞാനൊരു കടലാസിൽ ആനയുടെ ചിത്രം വരച്ചു. കാരണം ശങ്കൂറിന് വിദ്യാഭ്യാസം ഇല്ലാത്തതിനാൽ അവന് വായിക്കുവാൻ അറിയില്ല.
ഞാൻ വളരെ ബുദ്ധിമുട്ടി ആനയുടെ ചിത്രം ഒരു പേപ്പറിൽ വരച്ചെടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ കൈവശമുള്ള അമ്പും വില്ലും ഞാൻ എടുത്തു. അതിൻ്റെ അമ്പിലേക്ക് ഞാൻ ആ പേപ്പർ കെട്ടി. വില്ലിൻ്റെ ഞാണിലേക്ക് അമ്പ് വലിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നു. അമ്പിൻ്റെ റേഞ്ചിലേക്ക് അവൻ എപ്പോഴാണോ എത്തുന്നത് അപ്പോൾ കൈ റിലീസ് ചെയ്യുവാൻ വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്. കാളകൾ ഒന്നൊന്നായി മുന്നിലേക്ക് വന്നുകൊണ്ടിരുന്നു. അതിനെ തെളിച്ചുകൊണ്ട് പിന്നാലെ ശങ്കൂറും. എൻ്റെ ചെങ്കടുപ്പ് വല്ലാതെ ഉയരുന്നുണ്ടായിരുന്നു. എൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ നിന്നും വേർപ്പുതുള്ളികൾ താഴേക്ക് ഇറ്റു വീണു. ശങ്കൂറിൻ്റെ ദിശാപഥത്തിലേക്ക് ഞാൻ എൻ്റെ കയ്യിലിരുന്ന അസ്ത്രം എയ്തു. വായുവിലൂടെ മൂളിക്കൊണ്ട് ശംഖുവിൻ്റെ മുന്നിലൂടെ അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് എൻ്റെ അമ്പ് വന്ന് തറച്ചു. അവനൊരു നിമിഷത്തേക്ക് ഭയന്നുപോയി. അവൻ പതിയെ അമ്പ് തറച്ച മരത്തിൻ്റെ അരികിലേക്ക് പോകുകയും അമ്പിൽ കെട്ടിയിരുന്ന പേപ്പർ എടുത്ത് വായിക്കുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ അവൻ ഞെട്ടിപ്പോയി. ആനയുടെ പടം കണ്ട് ആദ്യമൊന്ന് പതറി. പിന്നീട് അമ്പ് വന്ന പാതയിലേക്ക് നോക്കിയപ്പോൾ അവൻ എന്നെ കണ്ടു. അപ്പോൾ അവന് കാര്യം മനസ്സിലായി. ഞാൻ കൈകൾ കൊണ്ട് അവന് മനസ്സിലാകുന്ന രീതിയിൽ ആംഗ്യം കാണിച്ചു. അങ്ങനെ ശങ്കൂറിന് മനസ്സിലായി ആന അവിടെ ഉണ്ട്, അവൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന്. എന്നാൽ അവൻ്റെ കാളകൾക്ക് ഒന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. അത് മുന്നിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. അവൻ്റെ കാളകളുടെ വിധി ആനയുടെ കാൽ കീഴിലാണെന്ന് തോന്നുന്നു, ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു. എന്നാൽ ആ കാളകൾ ആന നിന്നിരുന്ന മരത്തിൻ്റെ താഴേക്ക് വന്നു. അതായത് ഞാൻ മച്ചാൽ കെട്ടി ഉണ്ടാക്കിയ ആ വലിയ ആൽമരമില്ലേ, അതിൻ്റെ താഴേക്ക്. അവിടെ പെട്ടെന്ന് ആലിലകൾ ഒഴിഞ്ഞു വീഴുകയും അത് ഓരോന്നായി ഭക്ഷിക്കുകയും ചെയ്തു. അവിടേക്കെത്തിയ കാളകൾക്കും ആൽമരത്തിൻ്റെ ഇലകൾ വളരെ ഇഷ്ടമായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തി. ആന എന്തുകൊണ്ടാണ് ആ കാളകളെ ഉപദ്രവിക്കാഞ്ഞത്? അതുമാത്രമായിരുന്നില്ല, അവിടേക്കെത്തിയ കാളകൾക്ക് ആവശ്യമായ ആലിലകൾ ആ വലിയ ആൽമരത്തിൽ നിന്നും ആന പറിച്ചു കൊടുക്കുന്നതും ഞാൻ കണ്ടു. ഒരു നിമിഷത്തേക്ക് ഞാൻ തരിച്ചു നിന്നുപോയി. എന്നാൽ മറുഭാഗത്ത് നടന്നത് മറ്റൊന്നായിരുന്നു. ശങ്കൂർ അവിടെ നിന്ന് ഓടുകയും അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയും ചെയ്തു. അതൊരു തേക്കുമരമായിരുന്നു. അതിന്റെ മുകളിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കുവാൻ ഞാൻ അവനോട് പറഞ്ഞു. അവന്റെ കാളകൾക്ക് എന്തെങ്കിലും ആകുമോ എന്ന ആശങ്കയിലായിരുന്നു ശങ്കൂർ അവിടെ ഇരുന്നത്. ഞാൻ എല്ലാം വളരെ വ്യക്തമായി തന്നെ കണ്ടിരുന്നു. ഞാൻ ഇതിനു മുന്നേ കേട്ടിരുന്നു, ആനയുടെ ഭക്ഷണത്തിൽ നിന്നും ഒരു ധാന്യം പോലും മറ്റാർക്കും അവൻ കൊടുക്കില്ല. ആരെങ്കിലും അതെടുത്ത് കഴിക്കുവാൻ വന്നാൽ അവരെ ആന കൊല്ലാതെ വിടുകയുമില്ല. എന്നാൽ ഇവിടെ നടന്നത് മറ്റൊന്നായിരുന്നു. ഈ കാഴ്ച എനിക്ക് വ്യത്യസ്തമായി തോന്നി. ആന അവന്റെ ജന്മദിന പാർട്ടി നടത്തുന്നത് പോലെയാണ് തോന്നിയത്. അവിടേക്ക് വന്ന കാളകൾക്ക് ആവശ്യമായ ഇലകൾ ആൽമരത്തിൽ നിന്നും ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് സമയം കൂടി മുന്നിലേക്ക് പോയി. ആനയും കാളകളും ഒരുമിച്ച് ആലിലകൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം കാളകളിൽ ഒരു കാള തൻ്റെ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് മറ്റു കാളകളുടെ ഭക്ഷണത്തിലേക്ക് പിടിക്കുവാൻ വേണ്ടി പോയി. അവിടെ നിന്ന ആ കൊമ്പന് അതിഷ്ടമായില്ല. 1-2 തവണ അവൻ താക്കീത് ചെയ്തു. എന്നാൽ ആനയെ ഭയമില്ലാതിരുന്ന കാള തൻ്റെ കൊമ്പ് കൊണ്ട് ആനയുടെ കാലിലേക്ക് ഒരു കുത്തുകുത്തി. ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു ആ കാള ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആന തൻ്റെ തുമ്പിക്കൈ ഉയർത്തുകയും കാളയെ അടിക്കുകയും ചുരുട്ടിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്തു. പേടിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന കാഴ്ച. മറ്റു കാളകൾ ഒരു നിമിഷം പോലും പിന്നീട് അവിടെ നിന്നില്ല. അവിടെ നിന്നും എങ്ങോട്ടെന്നില്ലാതെ ചിതറിയോടി. അപ്പോൾ മാത്രമാണ് ആനയ്ക്ക് അവൻ ചെയ്ത പ്രവൃത്തിയുടെ തെറ്റിന്റെ ആഴം മനസ്സിലായത്. അവൻ അവിടെ ദൂരേക്ക് വീണ് കിടന്ന കാളയുടെ അടുത്തേക്ക് പോയി. അവനെ തുമ്പിക്കൈ കൊണ്ട് കുറച്ചു നേരം തലോടുകയും എന്നിട്ട് വനത്തിലേക്ക് നടന്നു പോകുകയും ചെയ്തു. ആന അവിടെ നിന്നും വനത്തിലേക്ക് പോയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് ശങ്കൂറിനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അവിടേക്ക് വിളിച്ചു വരുത്തിയത്. അവിടേക്ക് വരുവാനും ദൂരേക്ക് തെറിച്ചു വീണ കാളയുടെ അരികിലേക്ക് പോകുവാനും പറഞ്ഞു. അതിന് പറ്റിയിരിക്കുന്ന പരിക്ക് മാരകമാണെന്ന് എനിക്ക് തോന്നി. അധിക നേരം ഇനിയും ആ കാള ജീവിച്ചിരിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവൻ്റെ ശ്വാസമെടുപ്പിൻ്റെ രീതിയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ ശങ്കൂർ ആ കാളയുടെ അടുത്തേക്ക് പോയി വിങ്ങിപ്പൊട്ടി കരയുവാൻ തുടങ്ങി. ആ കാളയ്ക്ക് അവൻ നൽകിയ പരിചരണവും ആ കാള അവന് വേണ്ടി സമ്പാദിച്ചതുമെല്ലാം അവൻ ഓർത്തു. ശങ്കൂർ ഉറക്കെ കരയുവാൻ തുടങ്ങി. എന്നാൽ ആനയുടെ ഭയം ഇപ്പോഴും അവിടെ നിന്ന് പോയിട്ടില്ല. അവൻ്റെ ഇങ്ങനെയുള്ള കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ വീണ്ടും ആന ഇവിടേക്ക് മടങ്ങി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ വളരെ ബുദ്ധിമുട്ടി അവനെ ആശ്വസിപ്പിച്ചു. അവിടെ നിന്നും മടക്കി അയച്ചു. അവൻ്റെ കരച്ചിലുകൾ ഇപ്പോൾ കേൾക്കുവാനില്ല. ആ തൊഴിലാളി ക്യാമ്പിലേക്ക് മടങ്ങിപ്പോയി. കന്നുകാലിയുടെ ശബ്ദവും കേൾക്കുവാനില്ല. ചുരുക്കം പറഞ്ഞാൽ ചുറ്റുപാടും പൂർണ്ണമായ നിശബ്ദതയിലേക്ക് മാറി. ഞാൻ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു. ആൽമരത്തിൽ കെട്ടിയിരുന്ന മച്ചാനിലേക്ക് തന്നെ പോയി കയറി. ഇപ്പോൾ സമയം 3:30 വേനൽക്കാലമായതുകൊണ്ട് തന്നെ പകലിൻ്റെ ദീർഘത കൂടുതലാണ്. ഞാൻ ഉണ്ടാക്കിയ ആ കുളമില്ലേ, ആ കുളത്തിൽ നിന്നും 100 അടി കൂടി നടന്നു കഴിഞ്ഞാൽ
വനത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന ഒരു നീർച്ചാല് കാണാൻ കഴിയും. ആ നീർച്ചാലിന്റെ നീളം ഏകദേശം 50 അടിയിൽ കൂടുതലുമാണ്. അതിൽ തന്നെ ചിലയിടത്ത് അരയടിയും ചിലയിടത്ത് ഒരടിയിൽ കൂടുതലും വെള്ളം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 3-3:30 വരെ തികഞ്ഞ നിശബ്ദതയിലായിരുന്നു ആ ചോല പൊയ്ക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആ പ്രദേശം പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ മുന്നോട്ട് സമയം പോകും തോറും ആ നീരുറവയിലേക്ക് ധാരാളം പക്ഷികളും മൃഗങ്ങളും വന്നെത്തുവാൻ തുടങ്ങി. ആദ്യം വന്നത് 2 മയിലുകളായിരുന്നു. അതിനുശേഷം അനേകം പക്ഷികൾ അവിടേക്ക് കൂട്ടമായി പറന്നിറങ്ങി. എനിക്ക് മച്ചാളിൽ നിന്നും വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും, ചില മയിലുകൾ അവിടെ നൃത്തം വയ്ക്കുന്നുണ്ടായിരുന്നു. ചിലവ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു കാക്കർ, അതായത് ചെറിയ ഇനം മാൻ, വരുന്നത് ഞാൻ കണ്ടു. അവൻ നല്ലപോലെ ദാഹിച്ച് കുഴഞ്ഞാണ് അവിടേക്ക് ഓടിയെത്തിയത്, ആ നീരുറവയിൽ നിന്നും വെള്ളം കുടിക്കുവാൻ വേണ്ടി. ഈ നിബിഡമായ വനത്തിൽ പലപ്പോഴും ദാഹിക്കുന്ന ജീവികൾക്ക് ജലാശയത്തിൽ പോലും എത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അതിനു മുന്നേ കടുവകളോ പുലികളോ അവയെ പിടികൂടിയേക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവിടേക്കെത്തിയ ആ കുഞ്ഞുമാൻ വളരെ ശ്രദ്ധയോടെ തൻ്റെ ഓരോ കാൽവെപ്പുകളും മുന്നിലേക്ക് വെച്ചുകൊണ്ട് ആ ജലാശയത്തിൻ്റെ അരികിലേക്ക് എത്തിയത്. അവിടെ നിന്നതിന് ശേഷം അവൻ തൻ്റെ തല കൊണ്ട് ഉയർത്തി ചുറ്റുപാടും ഒന്ന് നല്ല പോലെ നിരീക്ഷിച്ചു. തൻ്റെ ശത്രുക്കൾ ആരും ചുറ്റുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് അവൻ തല കുനിക്കുകയും ജലാശയത്തിൽ നിന്നും കുറച്ച് വെള്ളം കുടിക്കുകയും ചെയ്തത്. പിന്നീട് അവൻ വീണ്ടും എണ്ണിക്കുകയും പൂർണ്ണമായ ഒരു നിരീക്ഷണം കൂടി നടത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും അവൻ കുനിഞ്ഞു നിന്ന് വെള്ളം കുടിച്ചു. തന്നെ ഭക്ഷിക്കുവാൻ വരുന്ന പുലിയോ കടുവയോ ഒന്നും ചുറ്റുപാടുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അവൻ ആശ്വാസത്തോടെ അല്പം കൂടി വെള്ളം കുടിച്ചത്. അങ്ങനെ അവൻ ആശ്വാസത്തോടെ അല്പസമയം കൂടി കുടിച്ച ശേഷം അവൻ്റെ പിന്നിൽ നിന്നും ഒരനക്കം കേട്ടു. പെട്ടെന്ന് അവൻ്റെ മസിലുകൾ വലിഞ്ഞു. അവൻ ഓടുവാൻ തയ്യാറെടുത്തു. അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിനുള്ളിലേക്ക് പോയി ഒളിക്കുകയും ചെയ്തു. അതവൻ വിചാരിച്ചതുപോലെ കടുവയോ പുലിയോ ഒന്നും ആയിരുന്നില്ല. അത് മറ്റൊരു മയിലായിരുന്നു. ആ ജലാശയത്തിൻ്റെ അരികിലേക്ക് വെള്ളം കുടിക്കുവാൻ വേണ്ടി വന്നതായിരുന്നു അതും. അല്പസമയം കൂടി ആ കുറ്റിക്കാടിനുള്ളിൽ പതുങ്ങിയിരുന്ന ആ മാൻ വീണ്ടും പുറത്തേക്ക് വരികയും അതേപോലെ തന്നെ വന്ന് ജലാശയത്തിൽ നിന്നും വെള്ളം കുടിക്കുവാനും തുടങ്ങി. പിന്നെ കാടിൽ നിന്നും ഒരു ശബ്ദം വരികയും മയിലുകളും മാനുകളും എങ്ങോട്ടെന്നില്ലാതെ ചിതറി ഓടുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്താണ് അവിടേക്ക് വരുന്നതെന്ന്. അവരെയെല്ലാം ഇത്രയും ഭയപ്പെടുത്തണമെങ്കിൽ അത് ഏത് ജീവിയാണെന്ന് ഞാൻ ചിന്തിച്ചു. ഇനിയിപ്പോൾ മുന്നേ ഇവിടേക്ക് കടന്നു വന്ന ആ ആന തന്നെ ആയിരിക്കുമോ? ആ കാളയെ വലിച്ചെറിഞ്ഞു കൊന്ന ആന? ഞാൻ ശ്രദ്ധയോടെ തന്നെ വനത്തിനുള്ളിലേക്ക് തന്നെ നോക്കിയിരുന്നു. അങ്ങനെ പതിയെ പതിയെ അവൻ്റെ വെളുത്ത കൊമ്പുകളും അവൻ്റെ മസ്തകവും വനത്തിന് പുറത്തേക്കും പിന്നീട് ആ ജലാശയത്തിൻ്റെ അരികിലേക്കും വന്നു. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെയായിരുന്നു സംഭവം. ആന തന്നെ ആയിരുന്നു അത്. ആ കാളയെ ഉപദ്രവിച്ചതിൻ്റെ ഖേദം ഇപ്പോഴും ആനയ്ക്കുണ്ടാകാം. ചൂട് കാരണം അവൻ ഏതെങ്കിലും മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കുകയായിരിക്കാം. ഇപ്പോൾ വൈകുന്നേരമായതുകൊണ്ട് ആ കാളയുടെ സുഖവിവരം അന്വേഷിക്കുവാൻ വേണ്ടി വന്നതായിരിക്കാം. എന്നാൽ ആ ആന കാളയുടെ അടുത്തേക്ക് പോലും വന്നില്ല. അവൻ ഞാനിരിക്കുന്ന മച്ചാൽ കെട്ടിയിരിക്കുന്ന ആൺമരത്തിൻ്റെ നേരെയും നോക്കിയില്ല. ഒരു കുറ്റിക്കാട്ടിലേക്കായിരുന്നു അവൻ്റെ നോട്ടവും ശ്രദ്ധയും പോയത്. അവൻ ആ കുറ്റിക്കാടിൻ്റെ അരികിലേക്ക് നടന്നു നീങ്ങുകയും ചെയ്തു. ഞാൻ ശ്രദ്ധാപൂർവം ആ കുറ്റിക്കാടിനുള്ളിൽ എന്താണെന്ന് വീക്ഷിച്ചു. സൂക്ഷ്മമായി നോക്കി. അവിടെ ശങ്കൂർ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ശങ്കൂർ എന്തിനാണ് അവിടെ ഇരുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. ഒരു പക്ഷേ അവൻ്റെ കാളയെ പരിചരിക്കാനായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ തന്നെ അവൻ എന്തിനാണ് അവിടേക്ക് പോകേണ്ടത്? എന്തിനാണ് ആ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കേണ്ടത്? ആന വേഗത്തിൽ ശങ്കൂർ ഇരുന്ന ആ കുറ്റിക്കാടിൻ്റെ അരികിലേക്ക് ഓടി. ഞാൻ ശങ്കൂറിനെ ഉറക്ക വിളിച്ചു, ശങ്കൂർ, ആന വരുന്നു, ആന വരുന്നു. ശങ്കൂർ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ ഞെട്ടിപ്പോയി. വേഗത്തിൽ എഴുന്നേറ്റ് ഒരു വശത്തേക്ക് ഓടി. അപ്പോൾ ആനയും ശങ്കൂറും തമ്മിലുള്ള ഏകദേശ ദൂരം 100 അടിയിൽ താഴെ മാത്രമായിരുന്നു. ശങ്കൂർ വേഗത്തിൽ ഓടുന്നത് ഞാൻ കണ്ടു. അവൻ്റെ പിന്നിൽ അവനേക്കാൾ വേഗത്തിൽ ആനയും. ശങ്കൂർ വളരെ വേഗം ഓടുകയും അടുത്തുണ്ടായിരുന്ന ആ നീർച്ചാലിലേക്ക് എടുത്തു ചാടുകയും ചെയ്തു. എനിക്ക് എവിടെ ഇരുന്ന് വ്യക്തമായി കാണാൻ സാധിച്ചിരുന്നു. ശങ്കൂർ ഇറങ്ങിയ പുറകിന് തന്നെ ആനയും ആ നീർച്ചാലിലേക്ക് ഇറങ്ങിയത്. ശങ്കൂറിനെ സഹായിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചു. ആനയെ ഏതെങ്കിലും തരത്തിൽ ആശയക്കുഴപ്പത്തിലാക്കണം. അവനെ ശങ്കൂറിനെ പിന്തുടരുന്നതിൽ നിന്നും ശ്രദ്ധ മാറ്റണം. ശങ്കൂർ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. ആനയുടെ ശ്രദ്ധ തിരിക്കാനായി ഞാൻ പതിയെ ആൽമരത്തിൽ നിന്നും താഴേക്കിറങ്ങി. രാവിലെ ശങ്കൂർ ജീവൻ രക്ഷിച്ച ഇരുന്ന ആ മരമില്ലേ, ആ തേക്ക് മരം, ആ തേക്ക് മരത്തിൻ്റെ അരികിലേക്ക് ഞാൻ നടന്നു. ആ മരത്തിൻ്റെ മുകളിൽ നല്ല ഉയരത്തിലുള്ള ഒരു കൊമ്പിൽ കയറി നിന്നു. താഴേക്ക് നോക്കി. തോട് നല്ല രീതിയിൽ തന്നെ കാണാൻ കഴിഞ്ഞു. ശങ്കൂറിനെ കുറിച്ച് ഒരു വിവരവുമില്ല. അവരെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ആന
ആ നീർച്ചാലിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. ശങ്കൂറിന് ഇനി എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? ഞാൻ ഉറക്കെ വിളിച്ചു, ശങ്കൂർ, ശങ്കൂർ. എൻ്റെ ശബ്ദം ശങ്കൂർ കേട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആന കേട്ടു. അവൻ പെട്ടെന്ന് നിന്നു. ഇപ്പോൾ ആ ആന നോക്കുന്നത് ഞാൻ നേരത്തെ ഇരുന്ന ആ ആൽമരമില്ലേ, അവിടേക്കാണ്. ഞാൻ മച്ചാൻ കെട്ടി ഉണ്ടാക്കിയ ആ ആൽമരത്തിലേക്ക്. എൻ്റെ പദ്ധതി മോശമായിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആനയുടെ ശ്രദ്ധ ഉറപ്പായും എന്നെ കൊണ്ട് തിരിക്കാൻ സാധിക്കും. ഞാൻ ശങ്കൂറിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ശങ്കൂർ, നീ എവിടെയാണെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മച്ചാനിരിക്കുന്ന ആ മരത്തിൻ്റെ അരികിലേക്ക് ഓടി വരൂ. ആനയുടെ ശ്രദ്ധ ഇപ്പോൾ നിന്റെ നേരെയല്ല. ഞാൻ ചുറ്റുപാടും ശങ്കൂറിനെ നോക്കി. ആനയുടെ പിന്നിൽ 50 വാര അകലെയായി ഉണ്ടായിരുന്ന ഒരു കുറ്റിക്കാട്ടിൽ ഒരു ചെറിയൊരു അനക്കം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അവിടേക്ക് സൂക്ഷിച്ചു നോക്കി. അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ശങ്കൂർ. അവിടെ നിന്നും എഴുന്നേറ്റ് എന്നെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ നോട്ടത്തിലും ചോദ്യഭാവത്തിലും ഉണ്ടായിരുന്നു അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഞാൻ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ദൂരദർശിനിലൂടെ നോക്കി വീക്ഷിക്കുകയായിരുന്നു ആനയെ. ആന എൻ്റെ ശബ്ദം വ്യക്തമായി തന്നെ കേട്ടു. എന്നാൽ ശങ്കൂറിനോട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മാത്രം അവന് മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കത്തുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു ശബ്ദം മാത്രമാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഉറക്കെ പറഞ്ഞു, ആന ഇപ്പോൾ എൻ്റെ നേർക്കാണ് നോക്കുന്നത്. ഞാനിരിക്കുന്ന ഈ തേക്ക് മരത്തിലേക്ക്. നീ അവിടെ നിന്നും എത്രയും വേഗം ഓടി നമ്മുടെ ആൽമരത്തിൻ്റെ അരികിലേക്ക് ഓട്. അവിടെ ഉണ്ടാകുന്ന മച്ചാനിലേക്ക് വലിഞ്ഞു കയറി നീ നിന്റെ ജീവൻ രക്ഷിക്കേ. ഞാൻ പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിച്ചതും ശങ്കൂർ ആ കുറ്റിക്കാടിൽ നിന്നും ഒരൊറ്റ ഓട്ടം. അവൻ ഓടിച്ചെന്ന് കയറിയത് നമ്മൾ മുന്നേ പറഞ്ഞ ആൽമരത്തിലേക്കായിരുന്നു. ആൽമരത്തിൻ്റെ വേരിലും കൊമ്പിലും എല്ലാം പിടിച്ചു വലിഞ്ഞ് അവൻ എങ്ങനെയൊക്കെയോ ആ മച്ചാൻ്റെ മുകളിലെത്തി. എനിക്കെൻ്റെ ജീവനെക്കുറിച്ച് യാതൊരു ചിന്തയും അപ്പോൾ ഉണ്ടായിരുന്നില്ല. എൻ്റെ ശബ്ദം കേട്ടതും ആനയുടെ ശ്രദ്ധ എൻ്റെ നേർക്കായി. ഒരു പക്ഷേ അവൻ എന്നെ ആയിരിക്കും ശങ്കൂർ എന്ന് കരുതിയത്. അവൻ എൻ്റെ അടുത്തേക്ക് ചാർജ് ചെയ്തു വരികയായിരുന്നു. എന്നാൽ ആനയ്ക്ക് അതത്ര വലിയ എളുപ്പമായിരുന്നില്ല. കാരണം ഞാനും ആനയും തമ്മിലുള്ള ദൂരം ഏകദേശം 1 ഫർലോങ് ആണ്, ഏകദേശം 200 മീറ്റർ അകലെ. ഞാൻ പതിയെ നേരത്തെ ഇരുന്ന തേക്കുമരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയും ആൽമരം ലക്ഷ്യമാക്കി ഓടുകയും ചെയ്തു. ആന അവിടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഞാനും അവനും മച്ചാനിൽ കയറി സുരക്ഷിതമായിരുന്നു. ഞാൻ മുന്നേ ഇരുന്ന ആ തേക്കുമരത്തിലേക്ക് നോക്കി. ആന അവിടെ വന്ന് നിൽക്കുകയാണ് ആ തേക്കുമരത്തിൻ്റെ താഴെ. അവൻ ചുറ്റുപാടും അവൻ്റെ തുമ്പിക്കൈ ഉയർത്തി മണം പിടിക്കുന്നുണ്ടായിരുന്നു. കാരണം അവൻ ശബ്ദം കേട്ടത് ഇവിടെ നിന്നുമായിരുന്നു. എന്നാൽ അവനെ എന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആന ഇപ്പോൾ തികഞ്ഞ കൺഫ്യൂഷനിലാണ്. അവൻ ശബ്ദം കേട്ട സ്ഥലത്ത് ആരെയും കാണാൻ കഴിഞ്ഞില്ല. ആ മരത്തിൽ അവൻ്റെ കൊമ്പുകൾ കൊണ്ട് ഉരയ്ക്കുകയും അതിന് ചുറ്റും 2-3 വട്ടം വലം വെക്കുകയും ചെയ്തു. പിന്നീട് അവൻ്റെ സർവ്വശക്തിയും എടുത്ത് ആ മരത്തിലേക്ക് ആഞ്ഞൊരു കുത്തും കുത്തി. പിന്നെ അവിടെ നിന്നും ആ കൊമ്പൻ ചിഹ്നം വിളിച്ചുകൊണ്ട് പതിയെ താഴേക്കും അവിടെ നിന്നും വനത്തിലേക്കും പോയി മറിഞ്ഞു. ഞാൻ ശങ്കൂറിൻ്റെ മുഖത്തേക്ക് നോക്കി. ശങ്കൂർ ആകെ ഭയപ്പെട്ട് വിറയ്ക്കുകയായിരുന്നു. ഞാൻ അവനെ ആശ്വസിപ്പിച്ചു. പിന്നെ പതിയെ മരത്തിൽ നിന്നും താഴെ ഇറക്കി. പിറ്റേ ദിവസം തന്നെ ശങ്കൂർ അവിടെ നിന്നും അവൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. പിന്നെ ഒരു നിമിഷം പോലും അവിടെ ജീവിക്കുവാൻ അല്ലെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുവാൻ ശങ്കൂർ തയ്യാറായില്ല. തൻ്റെ കാളകളെയും നയിച്ചുകൊണ്ട് അവൻ തൻ്റെ ഗ്രാമത്തിലേക്ക് പോയി. തൊട്ട് പിറ്റേ വർഷത്തെ കാർത്തിക മാസത്തിൽ വീണ്ടും അവിടെ കുടിലുകൾ ഉയർന്നു. തൊഴിലാളികളും ഗ്രാമീണരും അവിടേക്കെത്തി. അവർക്കൊപ്പം ശങ്കൂറും ഉണ്ടെന്നാണ് ഞാൻ കരുതിയത്. അവനെ കാണുവാൻ വേണ്ടി ആ ക്യാമ്പിലേക്ക് ഞാൻ പോയി. എന്നാൽ ശങ്കൂറിനെ മാത്രം അവിടെ കാണുവാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ അവിടുത്തെ തൊഴിലാളികളോടും മറ്റും ചോദിച്ചു. അവൻ വന്നില്ല എന്ന മറുപടിയായിരുന്നു എനിക്ക് അറിയുവാൻ സാധിച്ചത്. ബദ്രികുഞ്ചുവിലെ ക്യാമ്പിലേക്ക് കച്ചവടത്തിന് വന്ന ഒരു ബജാരിയോട് ഞാൻ ചോദിച്ചു, ശങ്കൂറിനെ അറിയാമോ? അയാൾ മറുപടി ഏകി, അറിയാം. അവൻ എന്താണ് പറഞ്ഞത്? ഇതുവരെയും അവനെ ഞാൻ കണ്ടില്ലല്ലോ. നിനക്കെങ്ങനെയാണ് ശങ്കൂറിനെ അറിയാവുന്നത്? അവൻ മറുപടി പറഞ്ഞു, ശങ്കൂർ വന്നില്ല. അവൻ എൻ്റെ മൂത്ത സഹോദരനാണ്. എന്തുകൊണ്ടാണ് അവൻ വരാഞ്ഞത്? ഞാൻ വീണ്ടും ചോദിച്ചു. കഴിഞ്ഞ തവണ ഇവിടെ നിന്നും അവൻ ഗ്രാമത്തിലേക്ക് വന്നത് മുതൽ അവനൊരു രോഗിയാണ്. എന്തു രോഗമാണ് അവന് പിടിപെട്ടത്? അവൻ ഇവിടെ നിന്നും മടങ്ങിയെത്തിയ ആ രാത്രിയിൽ അവൻ ഒട്ടും ഉറങ്ങിയില്ല. അല്പം ഉറങ്ങിയപ്പോൾ തന്നെ അവൻ ഞെട്ടി ഉണർന്നു. ആന, ആന, ആന എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് അലറി. പിന്നെ പതിയെ അവൻ്റെ രാത്രിയിലെ ഉറക്കം നഷ്ടമായി. അവനൊരു രോഗിയായി മാറി. കുറച്ചു സമയം ആലോചിച്ചതിന് ശേഷം അവൻ്റെ സഹോദരൻ പറഞ്ഞു, അത്ര വലിയ രോഗമൊന്നുമില്ല. അവൻ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളവും കുടിക്കാറുണ്ട്. പക്ഷേ അവൻ ഏതെങ്കിലും ഒരു മരത്തെ കണ്ടാലും അവന് ഭയമാണ്. അവൻ ഉറക്കെ വിളിച്ചു പറയും, ആന, ആന, ആന എന്ന്. പലയിടത്തും അവനെ ചികിത്സിപ്പിച്ചു.
പക്ഷെ ഒരു ഫലവുമില്ല. ഞാനപ്പോൾ അവനോട് പറഞ്ഞു, സഹോദര, അടുത്ത വർഷം ഇതേ സമയത്ത് അവനെ നീ ഇവിടേക്ക് കൊണ്ടുവാ. അവനെ കൊണ്ട് 2 കാരമരങ്ങൾ ഇവിടെ നടണം. ഒരു പക്ഷേ അവൻ സുഖം പ്രാപിച്ചേക്കാം. ആ സഹോദരൻ അത്ഭുതത്തോടെ എന്നെ നോക്കി, ഞാൻ എന്താണ് പറയുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട്. ചിത്തഭ്രമം ബാധിച്ച ഒരുത്തനെ കൊണ്ട് കാരമരം വെച്ചു കഴിഞ്ഞാൽ അവന് ഭേദമാകുമത്രേ. അയാൾ പതിയെ പിറുപിറുത്തു. ശങ്കൂറിൻ്റെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഞാൻ മനസ്സിൽ പറഞ്ഞു, ബാബ, അവൻ ചെയ്തു പോയ തെറ്റുകൾക്ക് അവനോട് പൊറുക്കണമേ, അവന് മാപ്പ് നൽകണമേ എന്ന്. നമ്മുടെ ഇന്നത്തെ ഈ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.